ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. പിന്നെ ഞാൻ ഒരു 2 കാ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ചേനയാണ് കേട്ടോ. ചേന അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് കുക്കറിനകത്തിട്ട് ആദ്യം ഞാനിത് കടല കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചേനയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. കുക്കറിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കായും കൂടെ ഇട്ട് കൊടുക്കാം. കാ പെട്ടെന്ന് തന്നെ വേകുമല്ലോ. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-20 കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തേങ്ങ, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഇതിൻ്റെ ഇതനുസരിച്ച്, അളവനുസരിച്ച് ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് കൂട്ടിയെടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയൊന്ന് ഇച്ചിരി ഒന്ന് വറുത്തിടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇതൊന്ന് കുറച്ച് തേങ്ങയൊന്ന് മാറ്റി വയ്ക്കുകയാണ്, ഒന്ന് വറുത്തിടാനായിട്ട്. വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വറുത്തിടുമ്പോൾ ഒന്നും കൂടെ രുചി ഉണ്ടാവും. അതുകൊണ്ട് ഞാനിതൊന്ന് ഇച്ചിരി തേങ്ങയൊന്ന് വറുത്തിടാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരണം. ഒത്തിരി അങ്ങ് അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതി. ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഇത് കായും കടലയും ഒന്ന് വെന്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ കടലയും ചേനയും വെന്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ കായും കൂടെ ഇട്ട് കൊടുക്കുവാണ്. കായും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് വേകട്ടെ കേട്ടോ. ഇതൊന്ന് ഇത് ഞാൻ റോസ്റ്റയുടെ കായാണ്. ഏത്തക്ക ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളത് റോസ്റ്റ് ആണ്. അപ്പോൾ ആ കായാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഏത്തക്ക ഉണ്ടെങ്കിൽ ഏത്തക്ക ചേർക്കാം കേട്ടോ നിങ്ങൾ. ഇട്ടതിന് ശേഷം ഞാനിവിടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തേക്കുന്നത് ഞാൻ ഇതിലേക്കൊന്ന് ഒതുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ അരയ്ക്കണ്ട. അതുപോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ അല്പം ഞാൻ മുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചേർത്തിരിക്കുന്നത്. മറ്റേത് എരിവുള്ള സൈസ് മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി മാത്രം ചേർക്കാം കേട്ടോ. ഇത് ഇത്രയും വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ കുക്കറിൻ്റെ അകത്ത് വേവിക്കുന്നത് കൊണ്ടാണ് ഞാനിത് കുക്കറിൽ തന്നെ എല്ലാം കൂടെ ഇട്ടത് കേട്ടോ. വെന്തിട്ടുണ്ട്. അത് കായിട്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുക്കാനായിട്ടുള്ളത് ഞാൻ എടുക്കാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ നമുക്കിത് എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉഴുന്നും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഉള്ളിയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് തേങ്ങയും വറുത്തിട്ട് നമുക്കൊന്നുമില്ല നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. മൂത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങയും കൂടെ കുറച്ച് വറുത്തിടാം. ഇങ്ങനെ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകറിക്ക്.
ഇതിനാവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. നമുക്ക് അവിടെ അതിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ആവശ്യത്തിനൊക്കെ എല്ലാം ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ നോക്കണം കേട്ടോ. അതിനുശേഷം ഇത് ഇളക്കി നമുക്ക് വേവിപ്പിക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം കായപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇച്ചിരി അതിന് ടേസ്റ്റ് കൂടാനായിട്ട് അല്പം കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കുക കേട്ടോ. ഇത് നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. എല്ലാവരും എങ്ങനെ കായം ചേർക്കണമെന്നൊന്നുമില്ല. ഇഷ്ടമില്ലാത്തവർക്ക് കായമൊന്നും ചേർക്കണ്ട. ഞാൻ ഇതിൽ ഇച്ചിരി കായം ചേർക്കാറുണ്ട്. അതനുസരിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. താങ്ക് യു.